പകിട 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 പമ്പരം. മലയാള ടെലിവിഷന്റെ സുവർണകാലത്തെ ഓർമ്മിക്കുമ്പോൾ ആദ്യം മനസ്സിലെത്തുന്ന ഹാസ്യ പരമ്പരകളിലൊന്നാണ് പകിട പകിട പമ്പരം. പടയിലടവിലിടറി വീണ നൊമ്പരം. കുടുംബസമേതം ഇരുന്ന് ആസ്വദിക്കാവുന്ന നർമ്മവും ജീവിതഗന്ധിയുള്ള കഥകളും കൊണ്ട് പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ ഈ ഒരു പരമ്പര ഇന്നും മലയാളികളുടെ നൊസ്റ്റാൾജിയയുടെ ഭാഗമാണ്. ഓരോ എപ്പിസോഡിലും പുതിയ കഥയും പുതിയ കഥാപാത്രങ്ങളുമായിരുന്നു ഈ പരമ്പരയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു കുടുംബത്തിലെ ചെറിയ പ്രശ്നങ്ങൾ, അയൽവാസികളുടെ രസകരമായ സംഭവങ്ങൾ, ഗ്രാമജീവിതത്തിലെ നർമ്മ മുഹൂർത്തങ്ങൾ, മനുഷ്യരുടെ സ്വഭാവ സവിശേഷതകൾ എന്നിവയെ ലളിതവും രസകരവുമായി അവതരിപ്പിച്ചതിനാലാണ് എല്ലാ പ്രായക്കാരും ഈ ഒരു പരമ്പരയെ ഏറ്റെടുത്തത്. അമിതമായ നാടകീയതയോ അതിശോക്തികളോ ഇല്ലാതെ ജീവിതത്തിൽ നമുക്ക് ചുറ്റുമുള്ള സാധാരണ സംഭവങ്ങളെ ഹാസ്യത്തിൻ്റെ ഭാഷയിൽ അവതരിപ്പിക്കുകയായിരുന്നു പകിട പകിട പമ്പരം. ചിരിപ്പിക്കുന്ന രംഗങ്ങൾക്കൊപ്പം ചെറിയ സാമൂഹിക സന്ദേശങ്ങളും പല എപ്പിസോഡുകളിലും ഉൾപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു പരമ്പര വിനോദം മാത്രമല്ല, കുടുംബ മൂല്യങ്ങൾക്കും മനുഷ്യബന്ധങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന ഒരു മികച്ച ടെലിവിഷൻ സൃഷ്ടി തന്നെയായിരുന്നു. അക്കാലത്തെ ശ്രദ്ധേയരായ നിരവധി കലാകാരന്മാർ ഈ ഒരു പരമ്പരയിൽ അഭിനയിച്ചിരുന്നു. ഓരോ കഥയ്ക്കും അനുയോജ്യമായ കഥാപാത്രങ്ങളെ മികച്ച രീതിയിൽ അവതരിപ്പിച്ചതിനാൽ എല്ലാ എപ്പിസോഡുകളും വ്യത്യസ്തമായ അനുഭവമായി മാറി. ലളിതമായ സംഭാഷണങ്ങളും സ്വാഭാവിക അഭിനയവും ഈ ഒരു പരമ്പരയെ പ്രേക്ഷകരോട് കൂടുതൽ അടുപ്പിച്ചു. 1990കളിലെ മലയാളം ടെലിവിഷന്റെ ചരിത്രത്തിൽ കുടുംബങ്ങൾ ഒരുമിച്ച് കാത്തിരുന്ന ഹാസ്യ പരമ്പരകളിൽ പ്രധാന സ്ഥാനത്തായിരുന്നു പകിട പകിട പമ്പരം. ഇന്നും സോഷ്യൽ മീഡിയയിലും വീഡിയോ പ്ലാറ്റ്ഫോമുകളിലും ഈ ഒരു പരമ്പരയുടെ രംഗങ്ങൾ പങ്കുവെക്കപ്പെടുകയും പഴയകാല ഓർമ്മകൾ ഉണർത്തുകയും ചെയ്യുന്നു. പുതിയ തലമുറയ്ക്ക് പോലും ഈ ഒരു പരമ്പര പരിചയപ്പെടുമ്പോൾ പഴയകാല മലയാളം ടെലിവിഷന്റെ വ്യത്യസ്തമായ അവതരണ ശൈലി മനസ്സിലാക്കാൻ സാധിക്കുന്നു. മലയാള ടെലിവിഷൻ ചരിത്രത്തിലെ നൊസ്റ്റാൾജിക് ഹാസ്യ പരമ്പരകളെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം നമുക്ക് പറയാനുള്ളതും പകിട പകിട പമ്പരം തന്നെയാണ്. ടോം ജേക്കബാണ് ഇതിൽ പ്രധാന വേഷങ്ങൾ ചെയ്തിരുന്നത്. പുള്ളിക്കാരൻ്റെ ഒരു പൂണ്ട് വിളയാട്ടം തന്നെയായിരുന്നു പകിട പകിട പമ്പരം. ആള് തന്നെയാണ് ഇതിൻ്റെ പ്രൊഡ്യൂസറും. പകിട പകിട പമ്പരം സംവിധാനം ചെയ്തത് ഹാരിസൺ ആണ്. കൂടാതെ അഭിനയിച്ചത് ഒരുപാട് താരങ്ങളുണ്ട്. അതിൽ KTS പടനയിലുണ്ട്, മീന ഗണേഷ്, മായ മൗഷ്മി, കൊച്ചിപുറമൻ, ഇവരൊക്കെ തന്നെയായിരുന്നു ഇതിൽ കൂടുതലായിട്ടും എല്ലാ എപ്പിസോഡുകളിലൊക്കെ അധികം കണ്ടുവന്നിരുന്നത്. അതല്ലാതെ ഒരുപാട് പേരുണ്ട്, പേരുകൾ ഓർമ്മ കിട്ടുന്നില്ല. അതിൻ്റെ ഇടയിൽ കുറേ മാമുക്കോയ, ഇന്ദ്രൻസ്, കൊച്ചിൻ ഹനീഫ, ഇവരൊക്കെ ഈ അതിഥി വേഷങ്ങളിലായിട്ടൊക്കെ ചില എപ്പിസോഡുകളിലൊക്കെ വന്നു പോയിട്ടുണ്ട്. ഇപ്പോഴും ഈ ഒരു പകിട പകിട പമ്പരം എന്ന ഈ ഒരു പ്രോഗ്രാമിൻ്റെ എപ്പിസോഡുകളൊക്കെ ഇപ്പോഴും ആ യൂട്യൂബിൽ ഇപ്പോഴും അവൈലബിൾ ആണ്. ബുധനാഴ്ച വൈകുന്നേരം കുടുംബാംഗങ്ങൾ കാത്തിരുന്ന് ദൂരദർശനിൽ കണ്ടൊരു പ്രോഗ്രാമായിരുന്നു പകിട പകിട പമ്പരം. 1999 മുതൽ 2005 വരെയുള്ള കാലത്താണ് ഈ ഒരു പരമ്പര ടെലികാസ്റ്റ് ചെയ്തിരുന്നത്. പകിട പകിട പമ്പരം എന്നൊരു അതിൻ്റെ ഒരു ടൈറ്റിൽ സോങ് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു നൊസ്റ്റാൾജി അടിയും. എന്തായാലും ഇത് കണ്ട നിങ്ങൾക്ക് നൊസ്റ്റാൾജി അടിച്ചെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള അപ്ഡേറ്റുകളും വാർത്തകളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.